വെയിറ്റ് ഗെയിൻ ജേർണി ആൻഡ് വെയിറ്റ് ലോസ് ജേർണി നമ്മൾ എന്തായാലും മൈൻഡിൽ നല്ലപോലെ പ്രിപ്പയർ ആക്കി വെക്കണം. കാരണം കുറച്ച് കഷ്ടപ്പെടാതെ ഇതിന് നമുക്കൊരു ഡ്രെയിൻ ഔട്ട് അല്ലെങ്കിൽ താഴ്ച എന്തായാലും ഉണ്ടാവില്ല. അത് ഷുവറാണ്. നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ മൈൻഡിൽ ആദ്യമേ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം. വെയിറ്റ് ഗെയിൻ, പിന്നെ അതിൻ്റെതായിട്ടുള്ള മൂഡ് സ്വിങ്സ്, നമ്മുടെ ബോഡി ഷേമിങ് കാര്യങ്ങൾ, അതൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കണം. നമുക്ക് തന്നെ ചില സമയത്ത് നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം തരുന്നത്, എനിക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സ് എനിക്ക് പ്രോപ്പർലി ഫിറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ചതെന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് തോന്നുന്നു ഗേൾസിനെ സംബന്ധിച്ച് കൂടുതലും അതായിരിക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നം. നമ്മളുടെ ഡ്രസ്സ് നമുക്ക് അൺഫിറ്റ് ആയിട്ട് നമ്മൾ ഒരു മിററിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പം വി ആർ ജസ്റ്റ് ലൈക്ക് നമുക്കിങ്ങനെ അലറി വിളിക്കാനുള്ള ഒരു തോട്ടൊക്കെ നമുക്ക് മൈൻഡിൽ ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡ് ഫീഡ് ചെയ്ത് വെക്കണം. ആദ്യമേ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കുറച്ച് എന്തായാലും കഷ്ടപ്പെടണം എന്നുള്ളത് ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിലാണ് നമുക്കതൊരു ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് പോവുക. അപ്പൊ എനിക്ക് ആദ്യമേ ഞാൻ എന്തായാലും കുറയ്ക്കും എന്നുള്ളത് എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. ബിക്കോസ് ബിഫോർ പ്രഗ്നൻസി ഞാൻ കറക്റ്റായിട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. കുറച്ചാൾ ജിമ്മിൽ പോയിട്ടുണ്ട്, പിന്നെ ഞാൻ ഹോം വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ ഞാനൊരു ലാസ്റ്റ് അപ്രോക്സ് ഞാൻ ഒരു 7 കിലോമീറ്റർ നടക്കുമായിരുന്നു ഡെയിലി ബേസിസിൽ. എനിക്ക് പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വന്നപ്പോഴാണ് ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു 8 months ഒക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അതിന് മുന്നേ ഓക്കെ ആയി കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ പ്രിപ്പയർ ഫോർ ഡെലിവറി ആണെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷവും ഞാൻ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല, സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്തും ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇതിന് ഡെലിവറിക്ക് ശേഷം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് കുറയ്ക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ പട്ടിണി ഇരുന്ന് നമ്മൾ മെലിയാന്നുള്ളത് ആ സമയത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. ബിക്കോസ് വി ആർ ബ്രസ്റ്റ് ഫീഡിങ്. കുട്ടി പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു പ്രോപ്പർ മിൽക്കിങ് നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു 6 months വരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഓവർലി ഫുഡ് കഴിക്കുന്ന ഒരാളെ അല്ല. എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഭയങ്കര ഫുഡിയുമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക്